കഴിഞ്ഞ വീഡിയോയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ A+ നഷ്ടമാവുന്നുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിൽ നാലാമതായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന കാരണമാണ് ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു 5 മാർക്കിൻ്റെയോ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് അതിലൊരു 5 മാർക്കും ഗ്രാമർ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ പകുതി മാർക്കേ ചിലപ്പോൾ നമുക്ക് ടീച്ചേഴ്സ് തരുള്ളൂ. സോ ഗ്രാമർ മിസ്റ്റേക്സ് നമുക്ക് പതുക്കെ കുറച്ച് കൊണ്ടുവരണം. ഇന്ന് നമ്മൾ ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാമർ പോർഷനാണ് നോക്കുന്നത്. സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്. നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ വെരി ബേസിക് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ് സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഞാൻ തലേ ദിവസം നിങ്ങളോട്, അല്ലെങ്കിൽ തലേ ദിവസമല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെരി ബേസിക് സ്ട്രക്ചറിലുള്ള കുഞ്ഞു സെന്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് നൗണും വരണം അതിൽ, അതുപോലെ തന്നെ വെർബും വരണം. ഈ രണ്ട് കാര്യങ്ങൾ വന്നുകൊണ്ടുള്ള വെരി സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ താഴെ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കമന്റുകളാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. ഷാനിബ പറയുന്നു, നാദിഷ് പ്ലേസ് കറക്റ്റാ, ഹി റൺസ് കറക്റ്റാ, ഹി പ്ലേസ് ഫുട്ബോൾ കറക്റ്റാ. ഇനി സാവിത്രി പറയുന്നു, ഐ സിറ്റ് കറക്റ്റാണ്, ഷീ ഡ്രിങ്ക്സ്, ഹീസ് ആൻ അക്കൗണ്ടന്റ്. ഈ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. ഇനി ഇതിൽ കറക്റ്റ് അല്ലാത്ത 1-2 സെന്റൻസുകളുണ്ട്. അത് ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ് പറയേണ്ടത്. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോയി കാണാവുന്നതാണ്. ഇനി നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഈ വീഡിയോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഇതൊരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് എന്നാണ്. ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്തേ, വേറൊരു കുട്ടി കമന്റ് ചെയ്തിരിക്കുക, സാർ നൗൺ വെർബ് എല്ലാം ഒന്ന് വിവരിച്ച് മനസ്സിലാക്കി തരുമോ എന്നുള്ളത്. അപ്പം നിങ്ങൾ നൗൺ അറിയില്ല, വെർബ് അറിയില്ല എന്നുള്ളതിലൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട. നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വി മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ദാറ്റ്സ് ഹൗ വി ലേൺ. അങ്ങനെ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇന്ന് നമ്മൾ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുന്ന വെരി ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാമറാണ് പഠിക്കുന്നത്. അതിനു മുന്നേ നമുക്ക് നൗൺ എന്താണെന്ന് അറിയണം, പ്രോനൗൺ എന്താണെന്ന് അറിയണം. നൗൺ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ ഒരു വ്യക്തിയോ ഒരു സ്ഥലമോ ഒരു സാധനമോ ഒരു ആശയോ ഇതിനൊക്കെയാണ് നമ്മൾ പൊതുവായിട്ട് നൗൺ അല്ലെങ്കിൽ മലയാളത്തിൽ നാമം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഡോഗ് ഈസ് പ്ലേയിങ് ഇൻ ദ പാർക്ക് എന്ന് പറയുന്നിടത്ത് ദ ഡോഗ് ആണ് ഇവിടുത്തെ നൗൺ. അല്ലെങ്കിൽ ഷാനിബ പറഞ്ഞ നാദിഷ് പ്ലേസ് എന്ന് പറയുന്ന നാദിഷ് ആണ് ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദ ബാറ്റ് ഈസ് ബ്രോക്കൻ എന്ന് പറയുന്നിടത്ത് ബാറ്റ് ആണ് ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മൈ സിസ്റ്റർ ഈസ് ലേസി എന്ന് പറയുന്നിടത്ത് മൈ സിസ്റ്റർ ആണ് ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത്. എല്ലായിടത്തും നമ്മൾ നൗൺ യൂസ് ചെയ്യില്ല. ചിലപ്പോൾ ഒക്കെ നമ്മൾ അതിൻ്റെ പകരമായിട്ട് പ്രോനൗണുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഹി, ഷീ, ഇറ്റ്, ദേ, വി, യു, ഐ അല്ലെങ്കിൽ ദാറ്റ് എന്നൊക്കെ പറയുന്നതില്ലേ, ഈ നൗണുകൾക്ക് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു സെന്റൻസ് നോക്കിക്കോ, ഹി ഈസ് ആൻ അക്കൗണ്ടന്റ് എന്ന് പറയുന്നിടത്തുള്ള ഹി, അവൻ, അയാൾ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ രാമൻകുട്ടിയോ അല്ലെങ്കിൽ മുഹമ്മദ് കുട്ടിയോ ഒക്കെ ആയിരിക്കും. സോ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്നതിൻ്റെ പകരം നമ്മൾ ഹി എന്നാണ് പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം പറഞ്ഞതിന് ശേഷം അടുത്ത സെന്റൻസ് ചിലപ്പോൾ നമ്മൾ അതിൽ ഇറ്റ് എന്നായിരിക്കും, അത് എന്നായിരിക്കും പറയാ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോനൗൺ എന്ന് പറയുന്നത്. സോ നൗൺ എന്താണെന്ന് മനസ്സിലാക്കുക, പ്രോനൗൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റിൽ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം സബ്ജക്റ്റ് എന്താ, വെർബ് എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റ് എന്ന് പറയുന്നതല്ലേ ഒന്നെങ്കിൽ പ്രോനൗൺ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നൗണും ആകാം, രണ്ടും ആകാം. പ്രോനൗണോ നൗണോ ആകാം. ശരിക്കും പറഞ്ഞാൽ ഇതും എന്തൊക്കെ തന്നെയാണ്, പേഴ്സണോ സ്ഥലമോ ഒരു സാധനമോ ഒരു ആശയോ ഒക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് അത് എന്തിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ആരെ കുറിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു തരുന്ന സാധനമാണ് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഹി ഈസ് ആൻ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താ, ഹീസ് ആൻ അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിലെ സബ്ജക്റ്റ് ഹീ ആണ് അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ പറയുകയാണെങ്കിൽ ഐ ജമ്പ് എന്ന് പറയുന്നിടത്ത് ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മൈ സിസ്റ്റർ ഈസ് ലേസി എന്ന് പറയുന്നിടത്ത് മൈ സിസ്റ്റർ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി വെർബ് എന്ന് പറഞ്ഞാൽ എന്താ, വെർബിന് നമ്മൾ മലയാളത്തിൽ ക്രിയ എന്നാണ് പറയാം. അതായത് ഈ സബ്ജക്റ്റ് ഈ സെന്റൻസിനകത്ത് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീങ് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിയ എന്താണ്, ആക്ഷൻ എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കലാണ് വെർബിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നാദിഷ് പ്ലേസ് എന്ന് പറയുമ്പോൾ പ്ലേസ് എന്ന് പറയുന്നതാണ് വെർബ്. ഹീ റൺസ് എന്ന് പറയുമ്പോൾ റൺ ചെയ്യുന്നതാണ് ഇവിടുത്തെ വെർബ്. ഹീ പ്ലേസ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ പ്ലേസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. ക്രിയ എന്ത് ചെയ്യുന്നു, ആക്ഷൻ എന്താണ് എന്ന് പറയുന്നതാണ് വെർബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം അറിയാം. വെൻ ഇറ്റ് കംസ് ടു കൗണ്ട്, നമ്പറിൽ എത്ര എണ്ണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ സിംഗുലർ എന്നും പ്ലൂരൽ എന്നും പറയാറുണ്ട്. ഒരെണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സിംഗുലർ എന്നാ പറയാം. ഒന്നിലധികം ഉണ്ടെങ്കിൽ, ആ നമ്പർ ഒന്നിലധികമാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്ലൂരൽ എന്നാ പറയാം.
ഒരു ആപ്പിൾ അത് സിംഗുലർ അല്ലെ, ആൻ ആപ്പിൾ എന്ന് പറയുന്നിടത്ത് അത് സിംഗുലർ ആണ്. ആപ്പിൾസ് എന്ന് പറയുമ്പോൾ അത് ഒന്നിലധികം ഉണ്ട്, അത് പ്ലൂരൽ ആണ്. ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് എന്താ, വെർബ് എന്താ, സിംഗുലർ എന്താ, പ്ലൂരൽ എന്താന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിൾ ആണ്. ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള 2 റൂൾ മാത്രമേ നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ ഈ ഒരു വീഡിയോയിൽ. അതായത് സിംഗുലർ സബ്ജക്റ്റുകൾക്ക് സിംഗുലർ വെർബും കൊടുക്കണം, പ്ലൂരൽ സബ്ജക്റ്റുകൾക്ക് പ്ലൂരൽ വെർബും കൊടുക്കണം. സിമ്പിൾ അല്ലേ? പറഞ്ഞുതരാം വിത്ത് എക്സാമ്പിൾസ്. രാമു ഡ്രൈവ്സ് ഹിസ് കാർ സ്ലോലി. രാമു എന്ന് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ, ഒരാളെ അല്ലേ ഉള്ളൂ, സിംഗുലർ അല്ലേ? അതുകൊണ്ടാണ് നമ്മളിവിടെ ഡ്രൈവ്സ് എന്ന് കൊടുത്തത്. ഡ്രൈവ് എന്നല്ല പറഞ്ഞത്, ഡ്രൈവ്സ് എന്നാ പറഞ്ഞത്. ഒരു എസ് അതിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം രാമു സിംഗുലർ ആയതുകൊണ്ടാണ്. രാമു സിംഗിൾ ആയതുകൊണ്ടല്ല, രാമു സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മളവിടെ എസ് ആഡ് ചെയ്തത്. എ ഡോഗ് ബാർക്സ് ഇൻ ദ പാർക്ക്. ഡോഗ്, എ ഡോഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നേ ഉള്ളൂ, സിംഗുലറാ. അതുകൊണ്ടാണ് നമ്മൾ ബാർക്സ് എന്ന് പറയാനുള്ള കാരണം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ. ദീസ് കാർസ് ഗോ ഫാസ്റ്റ്. ദീസ് കാർസ് എന്ന് പറയുമ്പോൾ ഇത് ഒന്നിലധികം കാറുകളിലെ ഇതെന്താണ്? ഇത് പ്ലൂരൽ ആണ്. ഇത് പ്ലൂരൽ ആയതുകൊണ്ടാണ് നമ്മളിവിടെ എസ് ഒന്നും ആഡ് ചെയ്യാതെ ഗോ എന്ന് പറഞ്ഞത്. ഇത് ഗോ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. ഇനി ഡോഗ്സ് ബാർക്ക് ഇൻ ദ പാർക്ക് എന്ന് പറയുമ്പോൾ അല്ലേ നമ്മളിവിടെ ബാർക്സ് എസ് ആഡ് ചെയ്തിട്ടില്ല. ഡോഗ്സ് എന്ന് പറയുന്നത് എന്താ? ഇത് പ്ലൂരൽ ആണ്. ഇത് പ്ലൂരൽ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ബാർക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാർക്സ് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി സാവിത്രി പറഞ്ഞിരിക്കുന്ന ഐ സിറ്റ് കറക്റ്റാ. ഇത് കറക്റ്റ് ആണോ ശരിക്ക്? ഐ എന്ന് പറയുന്നത് ഒരാളല്ലേ ഉള്ളൂ, ഒരൊറ്റ ഒന്നല്ലേ ഉള്ളൂ, അത് സിംഗുലർ അല്ലേ? പിന്നെ എന്തുകൊണ്ട് അവള് സിറ്റ് എന്ന് പറയാനുള്ള കാരണം? അവള് സിറ്റ്സ് എന്നല്ല പറഞ്ഞത്. ഇത് തെറ്റല്ലേ? ഇത് തെറ്റല്ല. വേറെ ഒരു ബേസിക് ആയിട്ടുള്ള റൂള് കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ പ്ലൂരലായ സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ V1ന്റെ ബേസ് ഫോം മാത്രം, എസ് ഒന്നും ഇല്ലാതെ V1 മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ പഠിക്കുന്ന 2 സാധനമാണ് ഐയും യുവും. ഐ യു ദേ വി. അയ്യു ദേവി, ഈ ദേവിയുടെ ചിത്രം മനസ്സിലേക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. അയ്യു ദേവിയും പ്ലൂരലിൻ്റെയും കൂടെ നമ്മൾ ബേസ് ഫോം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഐ പ്ലേ ഫുട്ബോൾ എവറി സൺഡേ. പ്ലേ എന്നാണ് പറഞ്ഞത്. യു റീഡ് ബുക്സ് ഡ്യൂറിങ് ദ വീക്കെൻഡ്. യു എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ അവിടെ ബേസ് ഫോം മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ദേ ഈറ്റ്, വി വാച്ച്, യു റൺ. കണ്ടോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഐ യു ദേവി, പിന്നെ പ്ലൂരലോ ആണ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലൂരലോ ആണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെർബായിട്ട് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ബേസ് ഫോം ആണ്, എസ് യൂസ് ചെയ്യരുത്. ഓൺ ദി അതർ ഹാൻഡ്, ഹി, ഷീ, ഇറ്റ്, ദാറ്റ് സിംഗുലർ. സുരേഷ് ഗോപിനെ ഓർച്ചാൽ മതി. സുരേഷ് ഗോപി ഷിറ്റ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഹി, ഷീ, ഇറ്റ്, ദാറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ V1ന്റെ കൂടെ, വെർബിന്റെ കൂടെ ഒരു എസ് കൂടെ ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഹി റൺസ് എവറി മോർണിംഗ്, ഷീ റൈറ്റ്സ് ബ്യൂട്ടിഫുൾ സ്റ്റോറീസ്, ഇറ്റ് ഷൈൻസ് ബ്രൈറ്റ്ലി ഇൻ ദ സ്കൈ, ദാറ്റ് ലുക്സ് ഇൻട്രസ്റ്റിംഗ്, ഷീ പ്ലേസ് ദ പിയാനോ വെൽ. ശ്രദ്ധിച്ചോ? ഇത് വെരി ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാമറാണ്. പക്ഷെ ഇത് തെറ്റിച്ചത് കൊണ്ട്, ഇത് ഒരുപാട് പ്രാവശ്യം തെറ്റിച്ചാൽ ചിലപ്പോൾ ടീച്ചേഴ്സ് 1-2 മാർക്കൊക്കെ നമ്മുടെ നിന്ന് എടുക്കും. അപ്പോൾ ഗ്രാമാറ്റിക്കലുള്ള മിസ്റ്റേക്സ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ കുറച്ച് കൊണ്ടുവരും. ഇത് ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ താഴെ ഈ 2 കാര്യങ്ങൾ, ഈ 2 നമ്മൾ ഇന്ന് പഠിച്ച 2 റൂൾ ഉണ്ടല്ലോ. സിംഗുലർ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്ലൂരൽ വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഐയും യുവും എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് പ്ലൂരലിൻ്റെ കൂടെ. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് പഠിച്ചത്. ഇതുപോലത്തെ ഒരു 2 സെൻറ്റൻസുകൾ ഓരോ സെക്ഷനിലും ഈ റൂള് വെച്ചിട്ട് ഒരു 2 സെൻറ്റൻസും, ഈ റൂള് വെച്ചിട്ട് ഒരു 2 സെൻറ്റൻസും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങളെ കമൻറ്റിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ബൈ, താങ്ക് യു.